വിഷയം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എന്താന്നല്ലേ, മടവൂരികൾ മറുപടി പറയാൻ മടക്കരുതേ, ഓരോന്നോരോന്ന് എഴുതിയെടുക്കണം. ഇത് കണ്ടോ, ഇതെന്താന്നല്ലേ, മറ്റൊന്നുമല്ല, ഗൾഫിൽ കൊണ്ടുപോയി AP വിഭാഗം മുജാഹിദുകള്, ആ മുജാഹിദുകൾക്ക് വിശ്വാസം, ആ വിശ്വാസം ശരിയല്ല. AP വിഭാഗം മുജാഹിദുകൾ അങ്ങനെയല്ലോ, AP വിഭാഗം മുജാഹിദുകൾ നയം വ്യക്തമാക്കും. ആഹാ, നല്ല ചോദ്യമായി പോയി. കണ്ടോ, AP വിഭാഗം മുജാഹിദുകൾ അവർക്ക് വിശ്വാസമില്ല, വിശ്വാസം ശരിയല്ല. ആരാ എഴുതി കൊടുക്കുന്നത്? MI സുല്ലമി തന്നെ, MI സുല്ലമി തന്നെ. എന്നിട്ട് എന്താ ഇതിലുള്ളത് എന്നല്ലേ, ഇതിന്റെ 18ാമത്തെ പേജില് ഒരു വലിയ വിശദീകരണം ഉണ്ട്. എന്താ വിശദീകരണം? വിശദീകരണം മറ്റൊന്നുമല്ല, ഇൻകാറുഹും ലിഹഖീഖത്തി സിഹർ. ഇവിടുത്തെ ഈ മുജാഹിദീങ്ങളല്ലോ, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കീഴിലുള്ള മുജാഹിദീങ്ങൾ, ആ മുജാഹിദീങ്ങൾ സിഹറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവരാണ്. എങ്ങനെയുണ്ട്? സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവരാണ് ആര്? നമ്മുടെ നാട്ടിലെ മുജാഹിദീങ്ങൾ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇവിടെ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന മുജാഹിദീകൾ എന്ന് അവിടെ ചെന്ന് പരാതി പറയാണ്. ആര്? MI സുല്ലമി. എന്നിട്ട് അതിങ്ങനെ വിശദീകരിക്കാണ്. എന്ത്? ഇന്ന ശൈഖ് അബ്ദുൽ ഖാദർ സൈനുദ്ദീൻ, അതേ നമ്മുടെ AP അബ്ദുൽ ഖാദർ മൗലവി, യദഊന അന്നഹും അലൽ മൻഹജ് സലഫി, അവർ മൻഹജു സലഫിലേക്കാണ് വിളിക്കുന്നത്. മൻഹജു സലഫൊക്കെയാണ്, ആ സലഫി മാർഗ്ഗമൊക്കെ സ്വീകരിക്കുന്നത്, അതിലേക്ക് അവർ വിളിക്കുന്നത്. പക്ഷേ വലാകിന്നഹും യത്തബിഊന അഖലാനിയ, അവർ അഖലാനികളെയാണ് പിൻപറ്റുന്നത്. മൻഹജു സലഫ് എന്നൊക്കെ പറയുമെങ്കിലും അഖലാനികളെയാണ് അവർ പിൻപറ്റുന്നത്. അഖലാനി എന്ന് പറഞ്ഞാൽ എന്താ? സലാഹുസ്സലാം പറയാം ബുദ്ധിജീവി. അഖലാനി എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി ആണോ? അഖലാനി എന്ന് പറഞ്ഞാല് ബുദ്ധി ഇങ്ങനെ കൂടിയിട്ട് ബുദ്ധി ഇങ്ങനെ തടഞ്ഞ് യുക്തിവാദം അവതരിപ്പിക്കുന്ന ആൾക്കാർ, അവർക്ക് അഖലാനി എന്ന് പറയാം. പക്ഷെ അഖലാനി ബുദ്ധിജീവി എന്നാണ് മൂപ്പര് കണ്ട അർത്ഥം. ആയിക്കോട്ടെ, ഇനി അതുമേ പിടിച്ചിട്ട് ഇറങ്ങാറാകാൻ നിൽക്കണ്ട. അഖലാനികളെയാണ് പിൻപറ്റുന്നത്. ഏത് അഖലാനികളെ? ഈജിപ്ഷ്യൻ അഖലാനികളെയും അതുപോലെ തന്നെ അഖലാനികൾപ്പെട്ട മുഅ്തസിലിയാക്കളെയും, ആ മുഅ്തസിലിയാക്കളെയും പിൻപറ്റുന്ന ആൾക്കാർ ആര്? ഇവിടുത്തെ AP വിഭാഗം, ആ AP വിഭാഗം മുജാഹിദുകൾ എന്നവർ എഴുതി കൊടുക്കാണ്. തീർന്നില്ല, അവരുടെ കൂട്ടത്തില് എന്തുണ്ട്? സിഹറിന്റെ ഹഖീഖത്തിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അതിന് തെളിവായി ഉദ്ധരിക്കുകയാണ് അൽമനാറിലൊരു ഉദ്ധരണി. ഇന്ന സിഹറ മാസിയ, സിഹർ പാപമാണെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിലൊരു തഅ്സീർ വരുത്താൻ, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥത്തിൽ മാറ്റം വരുത്താനുള്ള കഴിവ് ഒരിക്കലും സിഹറിനില്ല. നേരെ മറിച്ച് സിഹർ അത് ചില ദുർബല വിശ്വാസികൾക്ക് ഒരു മാനസികമായ മാറ്റമുണ്ടാക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിഹർ അത് ഒരിക്കലും പാപമാണെങ്കിലും യാഥാർത്ഥ്യമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ സൈനുദ്ദീൻ അബ്ദുൽ ഖാദർ സൈനുദ്ദീന്റെ പേരിലുള്ള മുജാഹിദീങ്ങൾ. അതുകൊണ്ട് അവർ സലഫികളുമായി യോജിച്ചു പോകാൻ പറ്റിയവരല്ല എന്ന് MI സുല്ലമി അവിടെ ചെന്ന് എഴുതി കൊടുക്കുക. തീർന്നില്ല, സിഹിർ മാത്രമല്ല വിഷയം. അടുത്ത 19ാമത്തെ പേജ് നോക്കുമ്പോൾ അതിലും വലിയ പെടായി. എന്ത്? അതേ വേറൊരു പരാതിയാണ് MI സുല്ലമിക്ക്. മടവൂർ വിഭാഗത്തിന് ഗൾഫിൽ ചെന്നപ്പോൾ അറബികളുടെ മുന്നിലെ പരാതി, നമ്മളെ കുറിച്ചുള്ള പരാതി എന്ത്? അതേ AP വിഭാഗം മുജാഹിദുകൾ പറയാണേ, എന്ത്? അതേ മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറുമെന്നത് ബാത്തിലാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അത് ശരിയല്ലാന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറൂല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. കണ്ടോ? എന്നിട്ട് പറയാണെന്ത്? അങ്ങനെ ജിന്ന് കയറുമെങ്കിൽ അത് ലോകത്ത് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നിട്ട് അൽമനാറിലെ കോട്ടിങ്, സലാം സുല്ലമി എഴുതിയ കോട്ടിങ് ഉണ്ടല്ലോ, അൽമനാറിൽ എഴുതി കൊടുത്ത സലാം സുല്ലമി എഴുതിയ കോട്ടിങ് ഇതിൽ എടുത്തു കൊടുക്കണത്. ഇദാ കാന ശൈത്താൻ ഖാദിറൻ യംശി ബിസൂറത്തിൽ ഇൻസാൻ വയതകല്ലമു ബിലിസാനിഹി, പിശാചിനെങ്ങാനും ഒരു മനുഷ്യന്റെ രൂപം പ്രാപിക്കുവാനോ മനുഷ്യരെ പോലെ സംസാരിക്കുവാനോ കഴിവുണ്ട് എങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ കോലത്തില് ശൈത്താൻ വന്നിട്ട് എന്തെല്ലാം കുഴപ്പമുണ്ടാക്കും എന്ന് അൽമനാറിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? പരാതി പറയാണ് MI സുല്ലമിയെ. എവിടെ ചെന്നിട്ട്? അറബികളുടെ മുന്നില്. കാര്യം എന്താ? മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറൂല എന്ന് വിശ്വസിക്കുന്ന ഇവരെങ്ങനെ സലഫികളാവും? നമുക്ക് ഇങ്ങനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും? അപ്പൊ ഇവര് സലഫികളല്ല, നേരെ മറിച്ച് ഇവര് മറ്റേ അക്കലാനികളാണ്. ഇതൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സലഫിയുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂലെന്ന് ഗൾഫിൽ പോയി MI സുല്ലമി എഴുതി കൊടുത്ത രേഖ നമ്മുടെ കയ്യിലുണ്ട്. മടവൂരികളെ മറുപടി ഉണ്ടോ നിങ്ങൾക്ക് പറയാ? മറുപടി ഉണ്ടോ പറയാ? മറുപടി പറഞ്ഞു. എന്ത്? എടവണ്ണയിൽ ഇവര് മറുപടി പറഞ്ഞു. എന്താ മറുപടി എന്നല്ലേ? മറ്റൊന്നല്ല, നമ്മുടെ അലിമല്ല പറയണേ, അലിമല്ലാക്ക പറയാണ്, അത് നമ്മുടെ ഇപ്പറഞ്ഞ പിന്നെ വേറൊരു ഡോക്ടർ
ഹുസൈൻ മടവൂര്. ആ ഹുസൈൻ മടവൂര് ഹുസൈൻ ഡോക്ടറെ, ആ ഡോക്ടറെ കുറിച്ച് അവിടെ എന്തെടുത്തു പരാതി നമ്മൾ പറഞ്ഞപ്പോ, കുറെ ദുരാരോപണങ്ങൾ നടത്തിയപ്പോ നിജസ്ഥിതി എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാണ് ഈ പറഞ്ഞ ഡോക്ടർ ഹുസൈൻ മടവൂരിനെ. ആ ഹുസൈൻ മടവൂരിന്റെ കുറിച്ചൊരു വിശദീകരണം നൽകിയതാണ്. അക്കൂട്ടത്തിൽ മുജാഹിദുകൾ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലുള്ള മുജാഹിദുകളുടെ വിശ്വാസം എന്താണെന്ന് വിശദീകരിച്ചതാണ് എന്ന് അലിമുല്ലായുടെ മറുപടി. അത് മടവൂരികളോട് പറഞ്ഞാൽ മതി, മടവൂരികളോട് പറഞ്ഞാൽ മതി. കാരണം എന്താ, അടുത്ത വാചകം ഇവര് വിചാരിച്ച നമ്മള് വായിക്കണ കേട്ടിട്ട് നിങ്ങൾ ഈ സാധനം തന്നെ കേട്ടിട്ടുണ്ടാവുക. ഇനി കയ്യിലുണ്ടെങ്കിൽ തന്നെ ഇത് വായിച്ചു നോക്കിയാൽ മറച്ചു നോക്കിയാൽ മനസ്സിലാകേണ്ട സാധനം വേണ്ടേ അപ്പുറത്ത് ഇല്ലല്ലോ. നമ്മൾ ലത്തി മുസ്ലിയാരെ പോലുള്ള ആൾക്കാരല്ലേ, പാട്ട് പാടാൻ മാത്രം അറിയുന്ന ആളുകൾ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ നമുക്ക് കാണാം. ഏതായാലും ബാക്കി എന്താന്നല്ലേ, ബാക്കി വേറൊന്നല്ല, നേരെ മറിച്ച് ഇതിൽ പറയാണെന്ത്, ഇന്ന ശൈഖ അബ്ദുൽ ഖാദിർ സൈനുദ്ദീൻ, അതേ സൈനുദ്ദീൻ അബ്ദുൽ ഖാദിർ സൈനുദ്ദീൻ അഥവാ എപി അബ്ദുൽ ഖാദിർ മൗലവി യൽതജിഊന ഇല റാസി വൽ ജുബ്ബായി, റാസിയെയും ജുബ്ബായിയൊക്കെ കൂട്ടുപിടിച്ചാണ് ഈ വാദം അവതരിപ്പിക്കുന്നത്. അതേ ഫഖറുദ്ദീൻ റാസിയെ കൂട്ടുപിടിച്ചിട്ട് അവതരിപ്പിക്കുന്നത്. മുഅ്തസിലി നേതാവായ, മുഅ്തസിലി പണ്ഡിതനായ, ഹദീസ് നിഷേധിയായ ജുബ്ബായിയെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ വാദം, മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കില്ല എന്ന വാദം അവതരിപ്പിക്കുന്നത്. വീണ്ടും പറയുകയാണ് മിനൽ മുൻഹരിഫീന അനിൽ മൻഹജി സലഫി, സലഫികളുടെ മാർഗം, ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ് ഇവര്. അടോ, ഈ എപി അബ്ദുൽ ഖാദിർ മൗലവിയുടെ കൂടെയുള്ള ആളുകള് സലഫി മൻഹജിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ്. എന്തുകൊണ്ടാ വ്യതിചലിച്ചു പോയത്? മനുഷ്യ ശരീരത്തിൽ ജിന്ന് കൂടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ സലഫി മനജിൽ നിന്ന് വ്യതിചലിച്ചവരാണ്, ഇവർ മുഅ്തസിലിയാക്കളാണ് എന്ന് എംഐ സുലമി എഴുതി കൊടുക്കാണ്. അപ്പോ എന്താ ഇതിന്റെ അർത്ഥം? ഡോക്ടർ ഹുസൈൻ മടവൂർ മുഅ്തസിലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്നാ എഴുതി കൊടുത്തത്? ആണോ? ഡോക്ടർ ഹുസൈൻ മടവൂര് മുഅ്തസിലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ജുബ്ബായിയെ തെളിവിടിക്കുന്ന ആളാ, റാസിയെ തെളിവുദ്ധരിക്കുന്ന ആളാ എന്നാണോ എഴുതി കൊടുത്തത്? ആണോ? ആഹാ, അങ്ങ് വിശദീകരിക്കട്ടെ, അതിനുശേഷം ബാക്കി നമുക്ക് വായിച്ചു തരാം.